സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തല ധരിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. തല്ല് കിട്ടിയോ? ഇല്ലില്ല, ഇപ്പൊ കിട്ടും. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. അയ്യപ്പദാസ്, ഇതില് ഞാൻ ചോദിച്ചിരുന്ന 5 ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഉത്തരം മുഴുവൻ ഒന്നുകിൽ കള്ളമാണ്, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമാണ്, അല്ലെങ്കിൽ തെറ്റാണ്. കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാ മതിയല്ലോ അല്ലേ? പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഇവിടെ 2 ഗവൺമെന്റിന് വേണ്ടിയിട്ട് ജോലി ചെയ്തോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇത് അവർ തന്നെ പറയുന്നതല്ലേ. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാം. അവരൊരു കള്ളക്കേസിലെ പ്രതിയായിട്ടുള്ള അവര് തന്നെ പറയുന്നതല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള നിയമസഭയുടെ സ്പീക്കറായിട്ടുള്ള ശ്രീരാമകൃഷ്ണൻ അദ്ദേഹമല്ലേ പറഞ്ഞത് ഇവരൊരു ഡിപ്ലോമാറ്റ് ആണ് എന്ന്? മറ്റുള്ളവരെയും കൂടി നാറ്റി ചടങ്ങുള്ളൂ അല്ലേ? നീ വലിയ മാന്യനാവണ്ട. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ സ്പീക്കറിനെ ശ്രീരാമകൃഷ്ണൻ, നിങ്ങൾക്ക് മനോരമയ്ക്ക് ബ്രേക്കിംഗ് കാണിക്കാം, ശ്രീരാമകൃഷ്ണനെ തള്ളിപ്പറഞ്ഞ് MP രാജേഷ്. നീ തന്നെ ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. നിങ്ങൾക്ക് കാണിക്കാം, കാരണം ഡിപ്ലോമാറ്റ് ആണ് എന്ന് എൻഡോഴ്സ് ചെയ്തിരിക്കുന്നത് ശ്രീരാമകൃഷ്ണനാണ്. ഒന്ന് ശ്രീ രാജേഷ് ഞാൻ സംസാരിക്കട്ടെ. താങ്കൾ ആ പ്രതിപക്ഷ ബഹുമാനം കാണിക്കണം. രാവിലെ ആലോചിക്കല്ലേ? ഇനി ഞാൻ ആലോചിച്ച ഒറ്റ വഴിയുള്ളൂ. എന്ത് വഴി? ഇവിടെ അങ്ങനെ കെട്ടിത്തൂങ്ങി. 2, ഇനി അവർ ഡിപ്ലോമാറ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീരാമകൃഷ്ണൻ ആയിരിക്കെ തന്നെ അവരുടെ ബിസിനസ് കാർഡിലുള്ളത് കേരള സർക്കാരിന്റെ ലോഗോയാണ്. കേരള സർക്കാരിന്റെ ലോഗോ ആണെങ്കിൽ അവിടെ UAE സർക്കാരിന്റെ കോൺസുലേറ്റിന്റെ ലോഗോ ആയിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാക്ട് അനുസരിച്ച് അവർ 2 സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. അതിൽ കേരള സർക്കാർ എൻക്വയറി ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. 1, ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. 2, താങ്കൾ ഇവിടെ പറഞ്ഞു പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിനെ എംപാനൽ ചെയ്തിരിക്കുന്നത് കേന്ദ്രമാണ്, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് എടുത്ത് കളയണമെന്നും ഞാൻ പറഞ്ഞില്ല. അതിനെപ്പറ്റി ഒരു റെക്കമെൻഡേഷൻ കൊടുക്കണം, ഒരു ശുപാർശ ചെയ്യണം, ഇവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവർ മാൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നു. ഈ വാക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ അതിനെപ്പറ്റി പറഞ്ഞില്ല. ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി അടുത്ത ചോദ്യം ശിവശങ്കരനെ പറ്റി. ശിവശങ്കരന്റെ എൻക്വയറിയിൽ എന്താണ് പ്രശ്നം? ഞാൻ ശിവശങ്കരനെ പ്രൊട്ടക്ട് ചെയ്യുകയും എതിർക്കുകയും രണ്ടും കൂടി ഒന്നിച്ചല്ല ചെയ്തത്. ഞാൻ ചോദിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ശിവശങ്കരൻ ചെയ്തിരിക്കുന്ന കുറ്റം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് അറിയുന്നതിനുള്ള അവകാശമുണ്ട്. അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്താണ്? അവിഹിതമാണോ പ്രശ്നം? അല്ല, റൊമാൻസിന് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതോ ഒരു സ്ത്രീയുമായിട്ടുള്ള സൗഹൃദമാണോ പ്രശ്നം? എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് പറയൂ. അങ്ങനെയാണെങ്കിൽ ശ്രീരാമകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കവരെ അറിയാം. ശിവശങ്കരനും അറിയാം. പക്ഷേ ശ്രീരാമകൃഷ്ണൻ അതേ സ്ഥാനത്ത് തുടരുന്നു. അപ്പൊ എന്ത് ബന്ധമാണ് അതിന് മുകളിൽ ശിവശങ്കരൻ അവിടെ ഉള്ളത്? അതേപോലെ ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല എന്നുള്ളത് ഞാൻ പലവട്ടം ശ്രീ രാജേഷിനോട് പറഞ്ഞിട്ടുള്ളതാണ്. താങ്കൾക്ക് എന്തോ മതിഭ്രമം ബാധിച്ചിട്ടുണ്ട്. കളരിപ്പറമ്പിൽ തേങ്ങ കക്കാൻ പോയി പാതിരാത്രിക്ക്. അതെ, അവിടെന്നാ കൂടിയത്. താങ്കൾ എന്നെ എപ്പോഴും കാണുന്നത് BJP ആയിട്ട് മാത്രമാണ്. താങ്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉത്തരം മുട്ടുന്ന സമയത്ത് എന്തെങ്കിലും കാര്യത്തിൽ BJP എന്ന് പറഞ്ഞാൽ ആ കാലമൊക്കെ കഴിഞ്ഞു രാജേഷ്. തിരിച്ചുവരവുണ്ടാവില്ല ശശി. വളരെ വിചിത്രമായിട്ടുള്ള 2 വാദങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് സർക്കാരിന്റെ ഭാഗത്ത്. ഒന്ന്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയും ഈ ഭരണം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്നും ജനങ്ങൾ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നും ഒരു പ്രശ്നവുമില്ല എന്ന് പറയുകയും മറുവശത്ത് കേരളത്തിന്റെ ധനകാര്യമന്ത്രി കേരളത്തിന്റെ ധനകാര്യസ്ഥിതി വളരെ മോശമാണെന്നും കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ കോടതികളിൽ പോയി സർക്കാരിന്റെ ധനകാര്യസ്ഥിതി മോശമാണ്, ഖജനാവിൽ പണമില്ല, പെൻഷൻ കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയും ചെയ്യുന്നു. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാട്. അപ്പൊ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റുകൾ 2 ഭാഗത്തുനിന്നും ഭരണത്തിന്റെ 2 തലങ്ങളിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഈ സംസ്ഥാനത്ത് ധനകാര്യ പ്രതിസന്ധി ഇല്ല, ഇവിടെ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്താടാ കുറച്ചു നേരം ആയില്ല രണ്ടും കൂടെ ഒന്ന് ചിന്തയിൽ കൊള്ളാൻ തുടങ്ങിട്ട് അങ്ങനെയല്ല എന്നാണ് നിങ്ങൾ കോടതിയിൽ കൊടുക്കുന്ന ആധികാരികമായിട്ടുള്ള രേഖ പറയുന്നത്. ഏതൊവരെയും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക പെരട്ടിയ അവസാനം കോടതി പറയുകയാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള അഫിഡവിറ്റ് കൊണ്ടുവന്നാൽ ഇനി ഞങ്ങൾക്ക് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരും എന്ന് ഹൈക്കോടതിക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. നമുക്കിവിടെ വാസ്തവത്തിൽ കേരളീയം നടന്നതോടുകൂടി ജനങ്ങളൊക്കെ വളരെ ഹാപ്പിയാന്ന് പറയുന്നത്. എല്ലാം ഞാൻ കാണിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക്
നിങ്ങൾ ഈ മൈക്ക് എടുത്തുകൊണ്ട് ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മാതൃഭൂമിക്ക് പ്രതിനിധികളുണ്ടല്ലോ. അതെന്തിനാടാ? നിങ്ങൾ അവിടെയൊക്കെ പോയി മലയാളികളായിട്ടുള്ള ആളുകളോടൊന്ന് ചോദിച്ചു നോക്കും. നിങ്ങൾ ആരെങ്കിലും ഈ കേരളീയം എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നതായിട്ട് കേട്ടോ? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ പടച്ചോനെ. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു റിസൾട്ട് കേരളത്തിന് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും, വ്യവസായശാലകൾ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും. ഇതിനു മുമ്പ് ലോക കേരള സഭ നടന്നല്ലോ. ഈ ലോക കേരള സഭ കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായോ? നയാ പൈസയുടെ ഗുണമുണ്ടായോ? എന്ത് മാറ്റമാണ് ഇത്തരത്തിൽ പരിപാടികൾ ധൂർത്തോടു കൂടി സംഘടിപ്പിക്കുന്നതുകൊണ്ട് കേരളത്തിന് ഉണ്ടായത് എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രേഖകൾ പുറത്തുവിടാൻ തയ്യാറാകണം. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. ഒരു രേഖയും അവരുടെ കയ്യിലില്ല. വാസ്തവത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ആഘോഷ മാമാക്കം കേരളത്തിൽ നടന്നു. 28 കോടി രൂപ അതിനുവേണ്ടി വേസ്റ്റ് ആക്കി. ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? ഇതുപോലൊരു കശ്മലിനായ ഓപ്പറേറ്ററായി ജോലി ചെയ്യേണ്ടി വന്ന് ഞാൻ ലജ്ജിക്കുന്നു. കേരളത്തിലെ സർക്കാരിന്റെ മുഖച്ഛായ നന്നാക്കിയെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള അതിന് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ശോഭനയെയും മട്ടന്നൂർ ശങ്കരൻകുട്ടിയെയും സ്റ്റീഫൻ ദേവസിയെയും ഒക്കെ ഉപയോഗിക്കുകയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല. അതിനുവേണ്ടി ഫുഡ് ഫെസ്റ്റിവൽ നടത്തുകയാണ്. നോക്കൂ, എന്തൊരു തരംതാണ പരിപാടിയാണ്. മറുവശത്ത് കേരളത്തിന്റെ സ്ഥിതി എന്താണ്? അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ EDയുടെ വക്താവ് എന്ന നിലയിൽ അവർക്കിടയിലുള്ള അവരുടെ എന്താ പറയുക ഡിപ്പാർട്ട്മെന്റ് രഹസ്യങ്ങൾ എനിക്കറിയില്ല. ഞാനിത് വെളിപ്പെടുത്താനും തയ്യാറല്ല. എനിക്കറിയാത്ത കാര്യമാണ്. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അയ്യോ, അതിനകത്ത് ആവശ്യമില്ല, ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. റവന്യൂ ഇന്റലിജൻസ് വിഭാഗത്തിനും EDയും അന്വേഷണത്തിലാണ് എന്ന് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വിഷയം ഒരുപക്ഷെ ഉന്നയിച്ചത് തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. ഞാൻ അഷ്മിയോട് എൻ്റെ ഒരു അപേക്ഷ, ദയവ് ചെയ്ത് അരുൺകുമാറിനെ പോലെയുള്ള നിഷ്കളങ്കനായ, പ്രത്യേകിച്ച് തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനെ കയറി വരുന്ന അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ. ഭരതം സിനിമയില് മോഹൻലാലിന്റെ മാനസികാവസ്ഥയിലാണ് സത്യത്തിൽ ഇപ്പോ നമ്മുടെ അരുൺകുമാർ. അല്ലെങ്കിൽ സാറ് ബഹുമെടുക്കനാ. എനിക്ക് എന്നെ സർട്ടിഫിക്കറ്റ് വേണ്ട. നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ എന്ന് മോഹൻലാലിനോട് ചോദിക്കുന്ന അതേ ചോദ്യമാണ്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഈ താരതമ്യേന നല്ല ഡിബേറ്റർ ആയിരിക്കുന്ന അരുൺകുമാറിന് ഒന്ന് പൊട്ടിത്തെറിക്കാൻ, സത്യം പറയാൻ കഴിയില്ല. വളരെ നിസ്സാരമായി ഇത് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അല്ല അരുൺകുമാറെ, എന്നൊന്നും പറയാൻ സമ്മതിക്കില്ല. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കേട്ടില്ലേ? അതൊക്കെ മര്യാദ. എന്നോട് പൊട്ടിത്തെറിക്കല്ല. ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ച് ഒറ്റ സിമ്പിൾ ക്വസ്റ്റ്യൻ. അല്ലെന്നേ ബഹളം വെക്കല്ലേ. അങ്ങനെയല്ലല്ലോ നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുക, എന്റെ മറുപടി നിങ്ങൾ പറയുക, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുക, ഞാൻ കേൾക്കുക, നിങ്ങൾ മറുപടി. ഇതല്ലേ നിങ്ങൾക്ക് അവസരം ഉണ്ടല്ലോ, സമയം ഇനിയുണ്ട്, നിങ്ങൾക്ക് തരും. അപ്പൊ പറഞ്ഞോ. അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞു. എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഒറ്റ കാര്യം പറയാം. എക്സാലോജിക്കിന് 2017-18 വർഷത്തിൽ ഇത്ര രൂപയുടെ വരുമാനമുണ്ട്. ഉത്തരറിയില്ല. CMRLന്റെ അല്ലാത്ത വേറെ കമ്പനിയുടെയും കൂടി കൺസൾട്ടൻസി ആണല്ലോ ഇവര്. അത് ഇത്ര രൂപ വരുമാനത്തിന് ഇത്ര രൂപ GST അടച്ചു എന്ന് വ്യക്തമായി പറഞ്ഞാൽ ഈ തർക്കം അവസാനിപ്പിക്കുന്നതേ ഉള്ളൂ. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവുക. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.